ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് തുവരപ്പരിപ്പാണ്. ഈ ഒരു പരിപ്പ് നല്ല പോലെ കഴുകിയതിന് ശേഷം 250 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് നിറയെ ഈ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് ഒരു കവറ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാല് തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല കട്ടിയായിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. അത് ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ പരിപ്പ് പാലിൽ ഒരു 5-10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒന്നുകൂടി നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. 200 ഗ്രാം അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മധുരം മതി എന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ലപോലെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒറ്റ പ്രാവശ്യമായിട്ട് ഇതിൽ അരച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുന്നത്. ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പാല് തന്നെയാണ് കണക്ക്. ഇനി നമുക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. അരച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അരച്ചെടുത്ത മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, എന്നാൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നമുക്ക് ഒരുപാട് നേരിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് വരുന്നുണ്ട്. വീണ്ടും ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണമെന്നുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആദ്യം ഒഴിച്ച ആ ഒരു നെയ്യിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടെടുക്കുന്നത്. ഒരു 4-5 മിനിറ്റ് സമയം വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് കറക്റ്റ് ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലൊരു മൗൾഡിലാണ് നെയ്യൊന്ന് തടവിയെടുത്ത ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു സ്പാച്ച് ഒന്ന് കഴുകി നനച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കറക്റ്റ് ലെവലാക്കി കൊടുത്താൽ മതി. സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് കഴിക്കുന്ന പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നുണ്ട്. ഫ്രീസറിലല്ല, അല്ലാതെ താഴെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞ് പോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.